കേരള ടെക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ്. വേറെ ഒന്നല്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു വെൽഡിംഗ് മെഷീന്റെ മേക്കിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ചെറുതായിട്ട് 2-3 സ്പോട്ടൊക്കെ നമുക്ക് ചെയ്യാം. അല്ലാണ്ട് ഫുൾ ടൈം നമുക്ക് വെൽഡ് ചെയ്യാമെന്നല്ല നമ്മുടെ ഈ വീഡിയോന്റെ ഉദ്ദേശം. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഈ എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടതെന്ന് പറയുന്നത് 12 വോൾട്ടിന്റെ 2 ബാറ്ററി ആട്ടാ. ഇത് നമ്മൾ ബൈക്കിന്റെ ബാറ്ററിയാണ് എടുത്തേക്കണത്. ഇപ്പോൾ ആംബിയർ കൂടിയിട്ടുള്ള ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ വോൾട്ടേജിൽ നമുക്ക് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആംബിയർ കൂടിയിട്ടുള്ള ബാറ്ററി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ബാറ്ററി യൂസ് ചെയ്തോളൂ കേട്ടോ. ഞാനൊരു വയറിൻ്റെ പീസ് സ്ലീവ് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബാറ്ററി, അതായത് ഈ ബാറ്ററിയുടെ ഈ പോസിറ്റീവ് ടെർമിനലും ഈ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലും കൂടി നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ പോവാണ്. അതായത് ഇങ്ങനെ കണക്ഷൻ കൊടുക്കാൻ പോവാണ്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ 2 ബാറ്ററി 24 വോൾട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഈ വയർ എടുക്കുമ്പോൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നല്ല കട്ടിയിലുള്ള വയറായിരിക്കണം കേട്ടോ. അതായത് ഒരു 3mm അല്ലെങ്കിൽ 4mm ഉള്ള വയറായിരിക്കണം. കാരണം എന്ന് പറയുന്നത് നല്ല ആംബിയർ ഇത് വലിക്കും, അതുകൊണ്ട് തന്നെ ഇത് ഉരുകി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നല്ല കട്ടിയിലുള്ള വയറായിരിക്കണം ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു PVC പൈപ്പിൻ്റെ കഷ്ണാട്ടോ. ഇതിൻ്റെ അറ്റത്ത് ഞാൻ 2 ഹോൾ ഇട്ടിട്ടുണ്ട്, 2 സൈഡിൽ 2 ഹോൾ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാനൊരു നെറ്റ് ബോൾട്ട് കൂടി എടുത്തിട്ടുണ്ട്. ഈ നെറ്റ് ബോൾട്ടിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹോൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടേക്കാന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ 8 വോൾട്ട് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒരു വെൽഡിങ് റാഡ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ സൈഡിൽ നമ്മൾ വെച്ച് കൊടുക്കണം. നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഇപ്പുറത്തൊരു നെറ്റ് ബോൾട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ അത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കത്തുള്ളൂ. ഇപ്പുറത്തെ സൈഡിലേ നല്ലോണം ടൈറ്റ് ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് റാഡ് കത്തത്തൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം നല്ല ബലത്തിൽ നല്ല ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്കിത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷോക്ക് അടിക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല. അത് DC ആണ് നമ്മൾ യൂസ് ചെയ്യണത്. AC യൂസ് ചെയ്താലും ഷോക്ക് അടിക്കത്തൊന്നുമില്ല. അപ്പോൾ നമുക്കിത് വെൽഡ് ചെയ്യാൻ ഗണ്ണായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യണത്. അപ്പോൾ ഇനി നമുക്ക് ഒരു വയറിൻ്റെ പീസ് എടുക്കണം. ഇത് ഞാനിപ്പോൾ എടുത്തേക്കെന്ന് പറയുന്നത് 2mmൻ്റെ 2 വയറിൻ്റെ പീസാണ്. ഇത് 2 വയറും ഒരുമിച്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് പറയുന്നത് നമ്മൾ 2mmൻ്റെ വയറെന്ന് പറഞ്ഞാലും നമുക്കിത് കാര്യമില്ല, നന്നായിട്ട് ഹീറ്റാവും. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 4mmൻ്റെ വയറെങ്കിലും വെൽഡിങ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ വെൽഡിങ് ചെയ്യാനായിട്ട് DC വെൽഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഒരു 2mmൻ്റെ വയർ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇനി നമ്മൾ ഈ വയറിൻ്റെ പീസ് ഇതുമ്പോൾ ഘടിപ്പിക്കാൻ പോകട്ടോ. അതായത് നല്ല ടൈറ്റിൽ വേണം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 8 വോൾട്ട് ഇട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തേക്കോ നല്ല നമ്മൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ സംഭവം നമ്മൾ ഈ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കൊടുക്കാൻ പോകണം. അപ്പോൾ ആദ്യം തന്നെ ഇത് പോസിറ്റീവിൻ്റെ ഈ ടെർമിനലിലേക്ക് നല്ല രീതിക്ക് നല്ല ബലത്തിൽ ഉറപ്പിക്കണം കേട്ടോ. നല്ല കട്ടിയിൽ വേണം ഉറപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് നല്ല രീതിക്ക് ഹീറ്റായിട്ട് പോകും, ഉരുകി പോകാൻ ചാൻസ് കൂടുതലാണ്. നല്ല ടൈറ്റിൽ വേണം ഇത് ടൈറ്റാക്കാൻ. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വെൽഡിംഗ് മെഷീൻ്റെ വയർ എടുത്തിട്ടാണ്. ഈ വയർ തന്നെ വേണമെന്നില്ല, നല്ല കട്ടിയുള്ളൊരു വയർ എടുത്താലും മതി. അപ്പോൾ നമുക്കിത് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കൊടുക്കാം, ഈ ബാറ്ററിയുടെ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നല്ല കട്ടിയിൽ തന്നെ ഇത് ടൈറ്റ് ചെയ്യണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വെൽഡിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട് കണ്ട. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഇട്ട് കൊടുത്താണ് ഈ വയറുണ്ടല്ലോ, ഇത് കട്ടി കുറഞ്ഞിട്ടുള്ളൊരു വയറാണ്. അപ്പോൾ നമ്മളിത് കുറേ നേരം വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ നന്നായിട്ട് ഹീറ്റായിട്ട് ചിലപ്പോൾ ഓവർ ഹീറ്റായിട്ട് ഇത് ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഹീറ്റ് ആവുന്നുണ്ടോ ഇല്ലെന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ചാഴ്ച വെൽഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഒന്ന് വെൽഡ് ചെയ്ത് ടെസ്റ്റ് അടിച്ച് നോക്കാം.
ഓട്ടയാക്കിയതാട്ടാ മൊത്തം, വെറുതെ അടിച്ചടിച്ചടിച്ചടിച്ച് ഓട്ടയാക്കിയതാ. ഇപ്പൊ കുറെ നേരമായിട്ട് നമ്മൾ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കണേ. അത്യാവശ്യം കുറെ ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഇത് വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് വെൽഡ് ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഈ പൈപ്പ് മൊത്തം അടിച്ച് ഓട്ടയാക്കിയിട്ടുണ്ട്, ഈ സൈഡ് മൊത്തം അടിച്ച് ഓട്ടയാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് നേരം കിട്ടുന്നുണ്ട്. പിന്നെ വയർ 2 വയർ ഇട്ടിട്ടുകൊണ്ട് അധികം ഹീറ്റിങ് കാര്യങ്ങളൊന്നുമില്ല, ഉരുക്കി പോണ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് വെൽഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഈ പീസ് നമ്മളിപ്പോൾ വെൽഡ് ചെയ്ത് വെച്ചതാട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെൽഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ഈ റാഡ് മൊത്തം ഇപ്പോൾ ഇത്ര ആക്കിയിട്ടുണ്ട്. പുതിയ റാഡ് എടുത്തതാണ്. ഇപ്പോൾ ഫുൾ റാഡ് എടുത്തിട്ട് ഈ കോലായിട്ടുണ്ട്. ഈ പൈപ്പിൻ്റെ കോലും ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഓട്ട നമ്മുടെ വെൽഡിംഗ് മെഷീൻ്റെ വീഡിയോ ഇപ്പോൾ അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇതുപോലത്തെ കിടക്കാച്ചി വീഡിയോസ് ആയിട്ട് കേരള ടെക് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ കിടക്കാച്ചി വീഡിയോസ് കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കൂടാത്തവരാണെങ്കിൽ എന്തായാലും കൂട്ടത്തിൽ ഉണ്ടാവണം കേട്ടോ. ബൈ.